என் அன்புள்ள தமிழ் மக்களே, உங்களுக்கு என்னுடைய அன்பான கூப்புகை. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ നടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല. ഞാൻ അതിനെ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയും. ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് തമിഴ് മക്കളെ മോശമായിട്ട് കാണാനോ തമിഴ്നാടിനെ മോശമായിട്ട് കാണാനോ ഇന്ത്യയെ മോശമായിട്ട് കാണാനോ അല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ടല്ല എന്ന് തമിഴ് മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അതും തീർച്ചയായിട്ടും തിരുത്താം. അതുകൊണ്ട് തന്നെ நான் பேசுறது, நான் உங்ககிட்ட சொல்றது ஏதாவது தப்பா இருந்தா நீங்க என்கிட்ட மன்னிச்சிடுங்க. அதுதான் எனக்கு உங்ககிட்ட சொல்ல முடியும். ஏதாவது பிரச்சனை இருந்தால் நீங்கள் என்கிட்ட மன்னிச்சிடுங்க. ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. തമിഴിൽ വളരെ ലോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും തമിഴ് പരിജ്ഞാനം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ്. ഞാൻ തമിഴ്നാട്ടിലോട്ട് സംസാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രധാന വിഷയമുണ്ട്. അത് നിങ്ങൾ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. നண்பர்களாയ തമിഴ് മക്കൾ തെരിയണം. അത് തെരിഞ്ഞാൽ உங்களோட ஃபைட்டுக்கு ஒரு வின்னிங் கிடப்பாங்க, ஒரு வெற்றி கிடப்பாங்க. வெற்றி தான் உங்களுக்கு வெற்றி, அழகான வெற்றி கிடைக்கணும். அது உங்களுக்கல்ல, இந்தியாவுக்கு கிடைக்கணும். நம்ம பாரதத்துக்கு கிடைக்கணும், பாரதத்துக்கு கிடைக்கணும். அது நீங்க நினைச்சா தான் கிடப்பாங்க. இல்லைன்னா கொஞ்சம் கஷ்டம், இனியும் ரொம்ப டைம் எடுப்பாங்க. அதுதான் நான் உங்ககிட்ட பேச போறேன். தப்பா இருந்தா நீங்க ரிஜெக்ட் பண்ணுங்க, பிரச்சனை எதுவுமே இல்லை. பட் எனக்கு தெரிஞ்சது எவ்வளோ அதுக்கு மேலே இருந்து தான் நான் பேசுறேன். தப்பான ரிஜெக்ட் பண்ணுங்க, பிரச்சனை எதுவுமே இல்லை, விட்டுடுங்க. இப்போ நம்ம மலையாளத்துக்கு தான் பேசுவாங்க, நீங்க டிரான்ஸ்லேட் பண்ணி பாருங்க. ഇത് ഇപ്പോൾ 2026 ഓഗസ്റ്റ് മാസം. നമ്മുടെ ഭാരതം എങ്ങനെ പോകണം, ഭാരതത്തിലുള്ള യുദ്ധമുറകളും പിന്നെ മതരാഷ്ട്രീയവും മതത്തിലല്ലാത്ത രാഷ്ട്രീയവും പ്രതിപക്ഷത്തിന്റെ ശുഷ്കിച്ച ജീവിതവും പ്രതിപക്ഷത്തിന്റെ എല്ലാ രാജ്യങ്ങൾക്കകത്തായാലും ഇന്ത്യയുടെ അകത്തായാലും സ്റ്റേറ്റ് ബേസ് ചെയ്തായാലും കോർപ്പറേഷൻ ബേസ് ചെയ്തിട്ടായാലും മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തിട്ടായാലും പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടായാലും നമ്മുടെ പ്രതിപക്ഷങ്ങളുടെ ശുഷ്കിച്ച ജീവിതം, ഭരണപക്ഷം ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ജീവിതം, ഇങ്ങനെ അതിലോട്ട് ഇടകലർന്ന് ജനം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ തോന്നലുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2026 CM വിജയ്, ജോസഫ് വിജയ് നേടിയിരിക്കുന്ന വിജയവും ജോസഫ് വിജയ്ക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണയും അതുമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജോസഫ് വിജയ്ക്ക് അധികാരം കൈയാളാൻ പറ്റുകയും അദ്ദേഹം CM ആയി മാറുകയും CM ആയി മാറിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എനിക്കതിനോട് താല്പര്യമില്ല. അത് നിങ്ങളുടെ തമിഴ്നാടിന്റെ രാഷ്ട്രീയം മാത്രമാണ്. എനിക്കതിനോട് ഒരു താല്പര്യമില്ല. നിങ്ങളുടെ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തമിഴ്നാട് ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ട് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ
അവിടുത്തെ ജനങ്ങളും CM വിജയും അല്ലെങ്കിൽ മുൻ ഭരിച്ചവരും ഒക്കെ തമ്മിലുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. പ്രിയ തമിഴ് മക്കളെ, നിങ്ങൾ നന്നായിട്ട് കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. CM വിജയ് 45-നും 55 വയസ്സിനും ഇടയിലുള്ള ഒരു യുവതലമുറയുടെ പ്രതിനിധി. CM വിജയ്ക്ക് ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ കണക്ക് കൂട്ടല്. എത്രയാണോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രായമാണ് CM വിജയ്ക്ക്. അത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സിൽ നിൽക്കുന്ന 50 വയസ്സ് CM വിജയിനെ സംബന്ധിച്ചിട്ട് അതൊരു മോശം ഏജ് അല്ല, ഏറ്റവും നല്ല പീക്ക് ലെവലുള്ള ഏജാണ്. 50 വയസ്സിൽ വളരെ വേഗത്തിൽ വന്ന് ഒരു മുഖ്യമന്ത്രിയായ ഒരു CM-നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ ഒരു 25 വർഷത്തിനകത്ത് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയും. MGR-ന് പോലും മുഖ്യമന്ത്രിയാകുമ്പോൾ 50 വയസ്സല്ല, ഇച്ചിരി കൂടെ പ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. ശരിയല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിയേക്കും. അങ്ങനെ വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കാതെ പ്രഡിക്റ്റ് ചെയ്യാതെ വന്നിട്ട് തമിഴ്നാട് മക്കളുടെ ഹൃദയം കവർന്നെടുത്ത, എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നും പറയുന്നില്ല, എന്നാൽ അവിടുത്തെ യുവത്വത്തിന്റെ, അങ്ങനെ ഞാൻ പറയും, യുവത്വത്തിന്റെ ഹൃദയം കവർന്നെടുക്കുകയും ഒപ്പം തന്നെ വളരെ പ്രായം ചെന്നവരുടെയും യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പർ ക്ലാസ്സിൽ പോകുന്നവരുണ്ട്, അപ്പർ ഏജിൽ, അതായത് ഒരു 50-55 കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ഏജ്, അവരെ ഹൃദയം കവർന്നെടുത്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. ഈ അധികാരത്തിൽ വന്ന മനുഷ്യനെ ഇനി മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ PM ആവാനുള്ള സാധ്യതയുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയത്. അതായത് CM വിജയ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകും എന്ന് തന്നെ നിലയിലെത്തുന്ന, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പ്രൈം മിനിസ്റ്റർ ആകുമെന്ന് കണക്ക് കൂട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും അത് കണക്ക് കൂട്ടുന്നു എന്നാണ് ഞാൻ പ്രിയ തമിഴ് മക്കളോട് പറയുന്നത്. തമിഴ് മക്കളോട് പറയുകയാണ്, കാരണം ബാക്കിയുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. തമിഴ് മക്കളുടെ ഒരു എന്തു പറയുന്നത്, അദ്ദേഹത്തെ കാണുന്ന കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ അങ്ങനെയല്ല കാണേണ്ടത്. തമിഴ് മക്കൾ കാണേണ്ടത് CM വിജയിനെ ഒരു ഇന്ത്യയുടെ PM ആയിട്ട് കാണും, പ്രൈം മിനിസ്റ്ററായിട്ട് കാണുമെന്നാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളും കുറച്ച് കടുകട്ടിയുമായിരിക്കും. അങ്ങനെ നിങ്ങൾ കണ്ടാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ 50 വയസ്സിന് 50 വയസ്സ് മാത്രമുള്ള ഒരു നല്ല ഒരു പോസിറ്റീവ് തിങ്സ് ഉള്ള, ഇനി എനിക്ക് ഏതൊരു വിധത്തിലും സമ്പാദ്യം ഒരിടത്തുനിന്ന് ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ടാക്കി, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അറിവ് എത്രയുണ്ടെന്നുള്ള കുറിച്ച് ഞാൻ പറയില്ല. അറിവ്, തിരിച്ചറിവ്, ജ്ഞാനം, പിന്നെ സയന്റിഫിക്കലി ജ്ഞാനം, മതപരമായ ജ്ഞാനം, പിന്നെ ലോകത്തെ കുറിച്ചുള്ള ജ്ഞാനം, പിന്നെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ പരിമിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളിലും എനിക്ക് തോന്നുന്നതൊക്കെ അദ്ദേഹം ഒരു പരിമിതമായ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ തമിഴ് മക്കളോട് പറയുന്നത്, അദ്ദേഹത്തെ അങ്ങനെ നിങ്ങൾ കാണരുത്. അദ്ദേഹത്തെ തുറന്നു വിടണം. അദ്ദേഹത്തെ ഒരു യൂണിവേഴ്സായിട്ട് കാണണം. അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞു, ശരിയാവണമെന്നില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളതായിട്ടാണ് CM വിജയെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനെ നിങ്ങൾ തമിഴ്നാടിൻ്റെ ഒരു സർക്കിളിനകത്ത് തളച്ചിട്ടാൽ പിന്നെ അദ്ദേഹം ഒരിക്കലും മറ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് പഠിക്കൂല, പിന്നെ ഇന്ത്യയുടെ PM ആവാനും പറ്റൂല. ഇന്ത്യയുടെ PM ആവുമ്പോൾ എന്താണ്, പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യയെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുക മാത്രം ചെയ്യണത്, ഗ്ലോബലിനെ കുറിച്ച് സംസാരിക്കണം, ഗ്ലോബലിനെ കുറിച്ച് അറിവ് നേടണം, ഗ്ലോബൽ ബിസിനസ് അറിയണം, ഗ്ലോബൽ ജനതയെ അറിയണം. എല്ലാം ഇത്തരം രീതിയിലെല്ലാം നമ്മളൊന്ന് കോഡിറ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ സംസ്കാരം നിൽക്കുകയുള്ളൂ. എങ്കിലേ നമ്മൾ ഈ പടുത്തുയർത്തിയ ഇന്ത്യൻ സംസ്കാരം നല്ല എത്തിക്സ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു 10-20 വർഷത്തിനകത്ത് അങ്ങനെയുള്ള മനുഷ്യരുടെ കുറവ് നമുക്കുണ്ട്. ആ കുറവ് നികത്തുമെന്നാണ് ഞാൻ CM വിജയിലോട്ട് ഞാൻ കണ്ട ഒരു കാര്യം. അതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, അതാണ് ഞാൻ തമിഴ് മക്കളെടുത്ത് പറയുന്നത്. ഞാൻ കണ്ട കാര്യം അതാണ്. പക്ഷെ അതല്ല സംഭവിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ CM വിജയനെ എനിക്ക് എതിർക്കേണ്ടി വരും.
നിങ്ങൾ ആലോചിക്കൂ, ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ആലോചിക്കൂ. CM വിജയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു. അദ്ദേഹം തമിഴ്നാട്ടിൽ ഒതുങ്ങേണ്ട ആളല്ല, അദ്ദേഹം ഇന്ത്യ ഭരിക്കേണ്ടത് ആളാണ്. സൗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോപ്പുലർ ചെയ്ത് പോകേണ്ടതും ആ മനുഷ്യൻ ഇന്ത്യ ഭരിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നോർത്തിലെ ഒരു 80% മതത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഒരു മാറ്റമുള്ളത് സൗത്താണ്. നമ്മുടെ ഈ സൗത്ത് സൈഡിൽ നിന്നിട്ട് മതത്തിൽ അഡിക്റ്റഡല്ലാത്ത ഭരണാധികാരികൾ വരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഭരണാധികാരികൾ സൗത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാളെന്ന് പറയുന്നത് വിജയ് തന്നെയാണ് എന്റെ കാഴ്ചപ്പാടിൽ. ശരിയാകണമെന്നില്ല. കേരളത്തിൽ അങ്ങനെ ഒരാളെ എടുക്കാനേ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പേഴ്സണെ പോലും എടുക്കാനില്ല. ഇപ്പോഴും കുറെ കിളവന്മാർ ഭരിക്കുന്ന നാടാണ്. എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റും പറയുന്നതും പിന്നെ പ്രവർത്തിക്കുന്നതായിട്ടും എതിർക്കുന്നതായിട്ടും ഒരു എത്തിക്സും ഇല്ല. ആകെ ഉള്ള ഒരു എന്ന് പറയുന്നത് സൗത്തിൽ നിന്ന് വിജയിയാണ്. പിന്നെ ഇനിയിപ്പോൾ നോർത്തിലോട്ട് പോയി അത് മതത്തിൽ അധിഷ്ഠിതമാണ്. ഇനി നോർത്തിലോട്ട് ഇപ്പോൾ ഉള്ള ഒരു CJP പാർട്ടിയുടെ ഒരു എഫക്റ്റ് എടുത്ത് നോക്കിക്കേ, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഉയർച്ച നോക്കിക്കേ. അതെല്ലാം തന്നെ അവർ കോമൺ ആയിട്ട് ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ലീഡർഷിപ്പോട്ട് കൊടുക്കാവുന്നുള്ള ഒരു പക്വതയുള്ള ഒരു മനുഷ്യനെ വേണം നമുക്ക്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നെ നമുക്കതൊരു ബിസിനസ്സായി മാറുകയും, ഞാൻ ഇപ്പോഴും പറയുന്നു, ബിസിനസ്സായി മാറിയാൽ മാത്രമേ നമുക്കിവിടെ തൊഴിലുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മതത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയെ നമുക്ക് ഒരിക്കലും സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന് കാലപരിമിതിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ നമുക്കെതിരാവും. നമുക്കൊരുപാട് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തും. എന്താണ് റെസ്ട്രിക്ഷൻ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ മൾട്ടിപ്ലൈ ബിസിനസ്സിനെയൊക്കെ ഇവർ പല മേഖലയിലായിട്ട് സ്റ്റോപ്പ് ചെയ്യും, അടിച്ചടിച്ചടിച്ചടിച്ച് കട്ട് ചെയ്യും. അതൊന്നും ഇവർ നമ്മളറിയില്ല. നമ്മളിവിടുത്തെ ഒരു മതത്തിന്റെ ഒരു ലിംഗിത കൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ക്രമേണ നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടും. ചെറുപ്പക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിജയ്ക്കൊരു മകനുണ്ട്, ജോസഫ് വിജയ്ക്കൊരു മകനുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു. ഞാനത് അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ജോസഫ് വിജയുടെ മകന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു. ഇനി ഇപ്പൊ വിവാദമായിരിക്കുന്ന പല പ്രശ്നങ്ങളോട്ട് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ. ഇനി ഉദയനിധി സ്റ്റാലിന്റെ മകൻ അടുത്ത ജനറേഷൻ, തേർഡ് ജനറേഷൻ, അദ്ദേഹത്തിന്റെ മകന്റെ തൊഴിൽ നഷ്ടപ്പെടും. ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഇത്തരം തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുട്ടികളുടെ തൊഴിലുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ കാലം നഷ്ടപ്പെടുമെങ്കിൽ സാധാരണക്കാരായി പഠിച്ച് ലക്ഷങ്ങൾ ലോണെടുത്ത് ലക്ഷങ്ങളെ കടം മറിച്ച് ലക്ഷങ്ങളെ വീട് പണയം വെച്ച് ഇങ്ങനെയൊക്കെ പഠനമെടുത്ത് വന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടലുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് പുതിയൊരു താരോദയത്തിന്റെ ആവശ്യമുണ്ട്. അത് പുതിയ തലമുറയിൽ നിന്ന്, ഇപ്പോഴത്തെ ജനിൽ നിന്ന് ഇന്ത്യയുടെ ടോട്ടൽ കാൽക്കുലേഷൻ എടുത്താൽ എനിക്ക് തോന്നിയത് ബെറ്റർ വിജയാണെന്നാണ്. പക്ഷെ ആ തോന്നലുകൾ ഇപ്പോ ഒരു 4-5 ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരവും ഞാൻ അത്ര ശ്രദ്ധിക്കുന്നത് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. അത് പ്രകാരം വിജയിയുടെ ആ പല ഡിസിഷനും ഒരു മേധാവിത്വ ലെവലിലോട്ട് പോകുന്നു. അത് അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയണത്. നിങ്ങൾക്കേ ജോലിയില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ജോലിയില്ല എങ്കിൽ പിന്നീട് വരുന്ന തലമുറയ്ക്ക്, അതായത് പിന്നീടുള്ള മറ്റ് സാധാരണ തലമുറയ്ക്ക് ഒരു തൊഴിലും ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയ എന്റെ CM വിജയ്, പിന്നെ പ്രതിപക്ഷ നേതാവായ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഞാൻ പറയുന്നത് ഉദയനിധി സ്റ്റാലിനോട് ഞാൻ പറയുന്നത്, ഉദയനിധി സ്റ്റാലിൻ നിങ്ങളുടെ കുറച്ച് കാഴ്ചപ്പാടൊക്കെ മാറ്റണം. നിങ്ങളൊരു എതിർക്കുക, അടിക്കുക, ഒതുക്കുക എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റണം. പകരം തമിഴ്നാടിനെ കുറിച്ചല്ല ചിന്തിക്കണം. തമിഴ്നാട്ടിൽ പരമാവധി വ്യവസായങ്ങളും സാധാരണ ജനങ്ങളുടെ അവസ്ഥകൾ വളർത്തുകയും ഒപ്പം തന്നെ
നിങ്ങൾ സുഹൃത്തുക്കളെന്നാണെന്ന് എൻ്റെ ധാരണ. എൻ്റെ കണക്കൂട്ടൽ CM വിജയും താങ്കളൊക്കെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന്. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന പരാജയത്തെക്കുറിച്ച് ഞാൻ ഘട്ടഘട്ടമായിട്ട് ബാക്കിലോട്ട് പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായാലെങ്കിലും ഒരിക്കലില്ല, ഞാൻ പറഞ്ഞു വെച്ചിട്ട് കണ്ണടച്ചു പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, CM വിജയ് കൃത്യമായ അളവിൽ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം താങ്കൾ തമിഴ്നാട്ടിൽ ഒതുങ്ങേണ്ട ആളല്ല. പിന്നെ ഉദയനിധി സ്റ്റാലിനടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ, തമിഴ്നാടിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, അതിനൊന്നും ഞാൻ എതിരുമല്ല. അതൊക്കെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് തമിഴ്നാട് മക്കൾക്ക് വേണ്ടി CM വിജയിനെ ഇന്റർനാഷണൽ, അതായത് പ്രൈം മിനിസ്റ്റർ ആക്കാൻ ഇപ്പോഴുള്ള ഒരു താൽക്കാലിക ചുറ്റുപാടിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള CM വിജയ് നാളെ ഇന്ത്യയുടെ PM ആയിരുന്നിട്ട് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ 2 ദിവസം തികച്ച് ഭരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറണമെന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ ആവശ്യമാണ്, പുതിയ തലമുറയുടെ ആവശ്യമാണ്. ഇപ്പോൾ പുതിയ തലമുറയിൽ CM ആയിട്ടിരിക്കണം, ഇത്രയും എങ്ങാട്ട് CM ആയിട്ടിരിക്കുന്നത് വിജയ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു PM പോസ്റ്റിൽ വരികയും പിന്നെ അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ പോസ്റ്റിൽ നിന്ന് ഇന്റർനാഷണൽ ഗ്ലോബലൈസേഷനായിട്ട് സാധ്യത കൽപ്പിക്കാൻ പറ്റുന്ന ഒരു വളരെ മികച്ച ഒരാളാണ് CM വിജയ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ CM വിജയ് വന്നിരിക്കുന്നത് മതത്തിൽ അധിഷ്ഠിതമായിട്ടല്ല, യുവജനങ്ങളുടെ വോട്ടും കൊണ്ടാണ്. നമ്മൾ നോർത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലരും വരുന്നത് അല്ലാതെയാണ്, പല അഡിക്റ്റഡ് ആയ വോട്ടുകൾ കൊണ്ട്. അപ്പൊ അത്തരം വോട്ടുകൾ കൊണ്ട് നേടി വരുമ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ല CM വിജയ്ക്ക്, അതിന് സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരാൾ CM ആയിട്ട് സപ്പോർട്ട് കിട്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിന് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഒരു CM പദവിയിലോട്ട് ഉയരേണ്ട താങ്കൾ ഒരു 2-4 ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു 10-20 ദിവസമായിട്ടോ ഒരു അധംപതിക്കുന്ന ലെവൽ കണ്ടു. അത് താങ്കളെ കൊണ്ട് ട്രാക്ക് ചെയ്യിക്കുന്നതാണ് ഞാൻ പറയുന്നത്. CM വിജയെ ടെക്നിക്കൽ ട്രാക്ക് ചെയ്യുകയാണ്. പാവ CM വിജയ് അത് മനസ്സിലാക്കണില്ല. അദ്ദേഹം എന്ത് പറയുന്നത്, ഒരു സിനിമ സ്റ്റൈലിൽ കാര്യങ്ങൾ കാണുന്നു. സിനിമ സ്റ്റൈലിൽ കാര്യങ്ങൾ കാണുന്നവരൊക്കെ MGR അന്ന് സിനിമയിൽ കൂടി അധികാരം സ്ഥാപിക്കുകയും എന്നാൽ അധികാരം നേടിയപ്പോൾ അധികം സിനിമ സ്റ്റൈലെ ഉപേക്ഷിച്ചിട്ട് ജനങ്ങളുടെ മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്തത് 90% ജനകീയ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നെ കരുണാനിധി അധികാരം പ്രാപിക്കുന്നു, പിന്നെ വീണ്ടും ജയലളിത പിടിക്കുന്നു, ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ജയലളിതയും ഡീപ്പായിട്ട് നിന്നത് സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ടാണ്. എന്നാൽ MGR സൗജന്യങ്ങൾ കൊടുക്കുകയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം കൊടുത്ത സൗജന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, അതിനെ ഹെൽപ്പ് എന്നല്ല പറയണത്, ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിന് അന്നത്തെ പൈസയിൽ തുച്ഛമായി പിടിച്ചുകൊണ്ട് കൊടുത്ത എല്ലാ കാര്യങ്ങളും പോസിബിൾ ആയിരുന്നു. പിന്നെ വന്ന ജയലളിതയായാലും സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് വോട്ട് സ്വരൂപിക്കാൻ ശ്രമിച്ചു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അത് അന്നത്തെ കാലത്തിൽ അത് ഓക്കെ ആയിരുന്നിരിക്കാം, ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ സൗജന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ എപ്പോൾ ശ്രമിക്കുമോ അപ്പോൾ നിങ്ങളുടെ പരാജയം സ്റ്റാർട്ട് ചെയ്യുന്നു. കാലം മാറി. ഈ ഒരു 15-20 വർഷത്തിനകത്ത് സൗജന്യം കൊടുത്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചവരെല്ലാവരും പിന്നീട് പോയി ചെന്നത് സ്വേച്ഛാധിപതികൾ എന്നുള്ള നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം പുതിയ തലമുറയെ ജോസഫ് വിജയ് മനസ്സിലാക്കിയിട്ടില്ല. ജോസഫ് വിജയ് പുതിയ തലമുറ മനസ്സിലാക്കി. പക്ഷേ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ജോസഫ് വിജയ് മനസ്സിലാക്കുന്നില്ല. 50 വയസ്സായി ഞാൻ പറയുന്നു, മാറ്റണം. അങ്ങനൊരു ഫ്രീ കൊടുത്തുകൊണ്ട് വോട്ട് തേടരുത്. വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പരമാവധി അതിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് വോട്ട് തേടണം. വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പരമാവധി സബ്സിഡി കൊടുത്തുകൊണ്ട് വോട്ട് നേടണം. അതേ നാളെ നിൽക്കും. കാരണം ആ സബ്സിഡി മാർക്കറ്റിൽ ഓപ്പണൈസ് ചെയ്യപ്പെടും. ജനങ്ങൾക്ക് വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പറ്റും.
അല്ല എങ്കിൽ നിങ്ങൾ ഫ്രീ കൊടുക്കും. ഫ്രീ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഖജനാവിന് ബുദ്ധിമുട്ട് വരും. ഖജനാവിന് ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ടാക്സ് കൂട്ടും. മറ്റേതെങ്കിലും വഴിയിട്ട് ഫണ്ട് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. താങ്കൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയില്ല, തമിഴ്നാടിന്റെ GDP-യുടെ ഒരു നല്ലൊരു ശതമാനം തുക കടത്തിലാണെന്ന്. ആ താങ്കൾ ഇപ്പോൾ ഇന്ന് 2 മാസം ആവുന്നതിന് മുമ്പ് സൗജന്യങ്ങളുടെ ഒരു കൂമ്പാരം പ്രഖ്യാപിച്ചു എന്നാണ് അറിവ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണില്ല. സൗജന്യങ്ങൾ വാരിക്കൂടി കൊടുക്കണമെങ്കിൽ ഫണ്ട് വേണ്ടേ? ഫണ്ട് കുറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ടാക്സ് എല്ലാം കൂട്ടും. കേരളത്തിൽ സംഭവിച്ചത് അതാണ്. കുറെ മണ്ട ശിരോമണികൾ കാണിച്ച മണ്ടത്തരങ്ങൾക്ക് ഫലം കേരളം അനുഭവിക്കുകയാണ്. അതിനേക്കാൾ 2 ഇരട്ടി കടമുണ്ടെന്നാണ് താങ്കൾ കേറി ഒരാഴ്ചക്കകത്ത് ധവളപത്രം പുറപ്പെടുവിച്ചത്. ആ 2 ആഴ്ചക്കകത്ത് ധവളപത്രം പുറപ്പെടുവിച്ച താങ്കൾ എങ്ങനെയാണ് ഇനി വരുന്ന ഒരു കാലത്ത് ഈ ജനതയെ മൊത്തം പ്രതികരിച്ച് സൗജന്യങ്ങൾ കൊണ്ട് കൂമ്പാരം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും തമിഴ്നാട് കടത്തിലോട്ടല്ലേ പോവുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ താങ്കൾ 10 വർഷം കഴിയുമ്പോൾ തമിഴ്നാടിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥയാണ്. ഞാൻ ഇവിടെ നിന്നൊന്നും സംസാരിക്കുന്നത്, ഞാൻ ഇന്ത്യയെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? തമിഴ്നാടിന്റെ അവസ്ഥ അപ്പൊ എങ്ങനെ പോകും 10 വർഷം കഴിയുമ്പോൾ? പ്രിയപ്പെട്ട ജോസഫ് വിജയ്, 50 വർഷമോ 100 വർഷമോ എങ്കിലും മിനിമം പിന്നിൽ കണ്ട് പ്രവർത്തിക്കൂ. ഇല്ലെങ്കിൽ താങ്കൾ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ വിഡ്ഢി CM ആയിട്ടും പറയാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. താങ്കൾക്ക് ഒരു PM ലെവലിന്റെ കപ്പാസിറ്റി ഉണ്ട്. പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ തലമുറയിൽ വെച്ചുകൊണ്ട്. കുറച്ചു കാലമെങ്കിലും ഒരു 10-20 വർഷത്തിനകത്ത് താങ്കൾക്ക് ഒരു 65-70 വയസ്സിനകത്ത് താങ്കൾ ഇന്ത്യയുടെ PM ആവുകയും മാറിപ്പോവുകയും പുതിയ തലമുറ വന്ന് പുതിയ ഭരണ സംവിധാനത്തിൽ കൈയടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള ആളെ കണ്ട ഞാൻ അദ്ദേഹം ചില കാര്യങ്ങളിൽ വൻപ പരാജയമാണ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനെക്കുറിച്ചാണ് ഇനി എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, CM വിജയ് കെയർഫുൾ. നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി, നല്ല പിന്തുണ കിട്ടി, പ്രതിപക്ഷ കക്ഷികൾ നല്ല പിന്തുണ നൽകുന്നു. പക്ഷേ താങ്കൾ എടുക്കുന്ന ഡിസിഷനിൽ 10-ൽ 8 ശരിയെന്ന് ധരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ താങ്കൾ ഈ ഒരു 4-5 ദിവസം കൊണ്ട് എടുക്കുന്ന കാര്യത്തിൽ അതിൽ 10-ൽ 6 കുറഞ്ഞു. 10-ൽ 8-ൽ 2 കാര്യത്തെ ഞാൻ വിയോജിച്ചപ്പോൾ ഇപ്പോൾ അല്ലാതെ 10-ൽ 4 ഞാൻ വിയോജിക്കുന്നു. അപ്പോൾ 10-ൽ 6 ശരി. താങ്കളുടെ സ്റ്റാർ റേറ്റിംഗ് 10-ൽ 8-ൽ നിന്ന് 6 തരം താഴുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് ഒരിക്കലും PM ആവാൻ പറ്റില്ല. PM ആവണമെങ്കിൽ 10-ൽ 8-ൽ നിന്ന് 9 സ്റ്റാറിലോട്ട് വർദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ അറിവും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ സ്റ്റഡി ലെവലും അനുസരിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ തമിഴ്നാട് മക്കളാരും എൻ്റെ അടുത്ത് എന്നെ ചീത്ത പറയണ്ട, കേരളത്തിലുള്ളവരാരും എന്നെ ചീത്ത പറയണ്ട. ഞാനിത് CM വിജയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ബ്ലോഗാണ്. അത് ഞാൻ എൻ്റെ ക്യാപ്ഷനും വളരെ ഹൈ ആയിരിക്കും. അതിൻ്റെ പേരിൽ CM വിജയ്ക്ക് എൻ്റെ അടുത്ത് നീരസം തോന്നിയാലും എനിക്കൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന ബ്ലോഗാണ്. 2 ദിവസത്തിന് മുന്നേ വന്ന ഒരു വാർത്തയാണ്. ഞാൻ എൻ്റെ റിസർച്ചിലൊന്നും പോയിട്ടില്ല. പീഡന കേസ് കുറ്റവാളികൾ 24 മണിക്കൂറിനകം തൂക്കിലേറ്റണം. ഇത് താങ്കൾ കൊടുത്ത ഒരു അഡിക്റ്റാന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തള്ളിക്കളിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ CM വിജയ് തിരുത്തണം. കാരണം താങ്കൾക്ക് ഒരു മകനില്ലേ? ഞാൻ അത്രേ പറയുള്ളൂ. സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് തീരാവുന്ന വിഷയമുള്ളൂ. താങ്കൾക്കൊരു മകനില്ലേ? ഏതോ ഒരു പെൺകുട്ടി, വഴിയെ പോണ ഒരു പെൺകുട്ടി താങ്കളുടെ മകന്റെ പേരിൽ കൊണ്ടൊരു പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ചുമ്മാ കൊടുത്താൽ മതി, പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം CM ആയിരിക്കുന്ന താങ്കളുടെ മകനെ വെടിവെച്ച് കൊല്ലുമോ? തൂക്കിലേറ്റുമോ? 24 അവേഴ്സിനകത്ത് എങ്ങനെ റിപ്പോർട്ട് എടുക്കപ്പെടും? ഞാൻ ചോദിക്കുന്ന കാര്യം വ്യക്തമായിട്ട് CM വിജയ് മനസ്സിലാക്കും. 24 മണിക്കൂറിനകത്ത് താങ്കളുടെ മകനെതിരെ വന്നിരിക്കുന്ന ആ കള്ളക്കേസ് താങ്കൾ എങ്ങനെ തെളിയിക്കാൻ പറ്റും? എവിടെ തെളിയിക്കണത്? താങ്കൾ CM ഒക്കെയാണ്. കോടതിയായാലും കോടതിയിൽ പോകുമ്പോൾ CM ആയ താങ്കളും ഞാനും ഒരേപോലെയാണ്. കോർട്ടിൽ പോകുമ്പോൾ പിന്നെ സ്വാധീനം വെച്ച് കോടതിയെ നിങ്ങൾക്ക് പലതും ചെയ്യാം. ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കോടതിയുടെ മുൻപിൽ പോകുമ്പോൾ CM ആയ താങ്കളും എന്നെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഞാൻ താങ്കളും തമ്മിൽ ഒരേ ലെവലേ ഉള്ളൂ. കാര്യം നിൽക്കൂ.
ഒരു യുവതലമുറയുടെ CM ആയിട്ട് വന്നിരിക്കുന്ന താങ്കൾ ഇത്തരം തരം ഫോഷ്കുകൾ വിളിച്ചു പറയുന്നത്, ഇതിന് ഫോഷ്ക് എന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, താങ്കളുടെ മകന്റെ പേരിൽ ഒരു പീഡന കേസിന്റെ പരാതി വന്നാൽ 24 മണിക്കൂറിനകം താങ്കളുടെ മകനെ ആ പരാതിയുടെ പുറത്ത് താങ്കൾ വെടിവെച്ച് കൊല്ലുമോ? താങ്കൾ തൂക്കിലേറ്റുമോ? അങ്ങനെ ഒരു നിയമ സംഹിത നമുക്കുണ്ടോ? ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, താങ്കൾ അത് ചെയ്യുമോ? താങ്കളുടെ മകനാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ്, താങ്കളുടെ മകൻ നിരപരാധിയാണ്. എന്തും ഈ സിനിമ നിങ്ങൾ ചടച്ചു വിടുന്ന, നിങ്ങൾ പടച്ചു വിടുന്ന, ഇപ്പൊ ജനനായകൻ സിനിമയടക്കം നിങ്ങൾ പടച്ചു വിട്ടിട്ടുള്ള സിനിമയാണ്. ഞാനതിന് എതിർപ്പാണ്. ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ 10ൽ 9 സ്റ്റാർ തന്നപ്പോൾ, ഒരു CM എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ 10ൽ 0 സ്റ്റാറാണ്. അപ്പൊ അങ്ങനെ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താങ്കളുടെ കാഴ്ചപ്പാടാണ്. താങ്കളുടെ CM എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാഴ്ചപ്പാടുകൾ പാടില്ല. അതായത് ഒരാളുടെ പുറത്ത് ഒരു ആരോപണം വന്നാൽ വ്യക്തമായത് അന്വേഷിക്കേണ്ടതുണ്ട്, അതിന് തെളിവെടുക്കേണ്ടതുണ്ട്, അതിന് നമ്മൾ FIR ഇടേണ്ടതുണ്ട്, ആ FIRമായിട്ട് കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. കോടതി തെളിഞ്ഞിട്ടും തെറ്റായിട്ട് പൈസ മാറ്റിട്ടോ ഒരു മുൻനിര രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു മുൻനിര ഗവൺമെന്റിന്റെയൊക്കെ സ്വാധീനം കൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടേണ്ടി വന്നാൽ അവനെ പിന്നെ ചെയ്യേണ്ടതാണ് തൂക്കിലേറ്റുക അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുക. അങ്ങനെ ഉള്ള എന്നെയാലും നിങ്ങൾ വെടിവെച്ചോന്നേ. പക്ഷെ അതിനും പ്രോസസ്സിങ്ങിന് ടൈമുണ്ട്. 24 hours അല്ല, 2, 3, 4, 5 ചിലപ്പോൾ 10 years വരെ എടുക്കാം. അത്തരമൊന്നും എന്ത് പറയണത്, നമ്മുടെ നിയമസംഹിതയെ കുറിച്ച് അറിവില്ലാതെ, മറ്റൊരാളെ തെറ്റായ ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ, നമ്മുടെ ചുറ്റൂരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാതെ, തമിഴ്നാട് മക്കളെ കുറിച്ച് ചിന്തിക്കാതെ, അതിൽ കഴിഞ്ഞ് ഭാരതത്തെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു പൊട്ടനായി പോകരുത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വല്ല ബ്ലോഗ് വഴിയോ ജനത്തിന്റെ കൈയടിച്ച് അതൊക്കെ സിനിമയിൽ കാണിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എഴുതി വെട്ടി കഴിഞ്ഞാൽ താങ്കൾ ഒരു പൊട്ടൻ എന്ന് പറയേണ്ടി വരും. അത് തന്നെ പറയണ്ടേ, താങ്കൾ CM എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൊട്ടൻ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഇത്രയും പൊട്ടനുണ്ടോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും, ഇത് ചിലപ്പോൾ കള്ളതായിരിക്കാം, AI ക്രിയേഷൻ ആയിരിക്കാം എന്ന്, അങ്ങനെയാണെങ്കിൽ സന്തോഷം കേട്ടോ. എങ്കിൽ ഞാൻ പറയില്ല, അങ്ങനെ അല്ല എങ്കിൽ താങ്കൾ ഒരു പൊട്ടനല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ഞാൻ നിങ്ങളെ മകനെ വെച്ച് ബേസ് ചെയ്യൂ. താങ്കളൊരു CM വേണ്ട, ഒരു അച്ഛനായിരിക്കുമ്പോൾ ഞാൻ CM ആയിട്ട് വെച്ചോളൂ, എന്നെ CM ആയിട്ട് വെച്ചോളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയ ഉടനെ അവനെ പിടിച്ച് അങ്ങോട്ട് തൂക്കിലേറ്റിയാൽ നിങ്ങൾ നാളെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ പെൺകുട്ടി പറയാണ് അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ട്രാപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളുടെ? ഇത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു CM എനിക്ക് പറയാം. ഞാൻ ഒരു സാധാ മനുഷ്യനാണ്, അതിൽ തെറ്റില്ല. ഞാൻ പലരെയും പറയും വെടിവെച്ച് കൊല്ലണം ഒക്കെ പറയും. പക്ഷെ ഒരു CM പറയണമെങ്കിൽ അയാൾ തികച്ചും ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു ഫോഷ്കൻ എന്ന് പറയേണ്ടി വരും. താങ്കളൊരു ഫോഷ്കൻ അല്ല എന്ന് ഞാൻ കരുതട്ടെ. അതാണ് അതിൽ എൻ്റെ കോട്ടെ. ഒന്നേ താങ്കൾ തിരുത്തൂ, അല്ലെങ്കിൽ താങ്കൾ എന്നെ തിരുത്തൂ. എന്നെ തിരുത്തണമെങ്കിൽ നിയമങ്ങളൊക്കെ മാറ്റി തിരുത്തൂ, അല്ലാതെ താങ്കൾ എന്നെ തിരുത്താൻ വരണ്ട. ഇന്ത്യയുടെ പീനൽ കോഡും നമ്മുടെ കോടതിയുടെ അടിസ്ഥാന സംഹിതകളും ജനത്തിന്റെ കള്ളക്കേസുകളുടെ മരണാവസ്ഥയും നമ്മുടെ 50 വർഷത്തിന് മുമ്പേ 100 വർഷത്തിന് മുമ്പേ ഭാരതം എന്തായിരുന്നെന്നും ഇന്ത്യ എന്തായിരുന്നെന്നും ഇവിടെ എന്തൊക്കെ ചതികൾ നടന്നിട്ടുണ്ടെന്നും ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കും. പഠിച്ചിട്ട് CM ആയിരിക്കും. പഠിക്കാതെ സിനിമയിൽ കാണുന്ന തട്ടുപൊളുപ്പൻ ഡയലോഗ് വെച്ചിട്ട് താങ്കൾ കയറിയിട്ടും കൊണ്ട് തള്ളരുത്. ഇത്തരം രീതിയിൽ തള്ളരുത്. തള്ളിയാൽ ആദ്യം പോകുന്നത് താങ്കളുടെ മകനായിരിക്കും അത്. കാരണം അങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്നവർ 1000 പേരുണ്ട്. 1000 പേര് താങ്കൾക്കെതിരുണ്ട്. അത്തരം എതിരൊന്നും അതൊക്കെ മനസ്സിലാക്കണം CM വിജയ്. താങ്കൾ അങ്ങനെ ഇരിക്കേണ്ട ആളല്ല. താങ്കൾ എൻ്റെ PM ആയിരിക്കേണ്ട മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വികാരത്തോടെയും വിചാരത്തോടെയും ദേഷ്യത്തോടെയും സംസാരിക്കുന്നത്. താങ്കൾക്ക് കേൾക്കാൻ പറ്റും, കേൾക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്, ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ താങ്കൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. എന്റെ മനുഷ്യ, താങ്കൾ ഒരു CM ആണോ? താങ്കൾ നൽകിയ സന്ദേശം എന്താണ്? ഇപ്പൊ താങ്കൾ നൽകിയ സന്ദേശം ഒറ്റ സന്ദേശമുള്ളൂ, ഐ ആം ദ ഹിറ്റ്ലർ. എന്റെ ആശയങ്ങൾ, എന്റെ സംഹിതകൾ, എന്റെ നിയമകാര്യങ്ങൾ, ഞാൻ പറയുന്നതിനൊക്കെ എന്തെങ്കിലും അട്ട തൊടാതെ ഏവനെങ്കിലും എതിർത്താൽ അവനെ ഞാൻ കിട്ടാവുന്ന പഴുതുപയോഗിച്ചൊക്കെ അകത്താക്കും. ഇത് ജനാധിപത്യ രാഷ്ട്രം, ഇത് ഹിറ്റ്ലർ രാജ്യമല്ല.
അങ്ങനെ തന്നെ പറയേണ്ടി വരും. ലാസ്റ്റ് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യമുണ്ട്, പഴയ രാജാക്കന്മാരെ കഥയൊന്നും ഞാൻ പറയണില്ല. താങ്കൾ ഹിറ്റ്ലറാണോ? ഇത് ജനാധിപത്യ രാജ്യമാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ ഒരാൾ മൈക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സാമാന്യ ഏറ്റവും വലിയ താഴെ കിടക്കുന്ന 15 വയസ്സായ കുട്ടിക്ക് പോലും അറിയാം ഇപ്പോൾ. കാരണം മൊബൈലൊക്കെ കയ്യിലുണ്ട്, യൂട്യൂബൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതകൾ നോക്കി ഗൂഗിൾ നോക്കി എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? എല്ലാ രേഖകളും ശേഖരിച്ച് എത്രയും വേഗത്തിൽ നമ്മുടെ എന്തു പറയണത് പോലീസിന്റെയും സ്പെഷ്യൽ സ്ക്വാഡിനെയൊക്കെ രൂപീകരിച്ചിട്ട് അതിൽ വന്ന നിയമത്തിന്റെ ഇയാൾ പറഞ്ഞതിന്റെ നിയമത്തിന്റെ തെറ്റെന്ത്, എന്ത് രീതിയിൽ നിയമത്തെ അവഹേളിച്ചു, അതിനെ ബേസ് ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് നേരെ FIR ഇട്ട് കോടതിയിൽ ചെയ്യേണ്ടല്ലേ ചെയ്യേണ്ടത്? പകരം നമ്മളൊരു പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് താങ്കളുടെ ആഗ്രഹപ്രകാരം? അങ്ങനെ ചെയ്യുന്നവരെയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഹിറ്റ്ലറായതിന്റെ പിന്നിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അനീതി നേരിട്ടിട്ടുണ്ട്. താങ്കൾക്കും അതുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ താങ്കളെടുത്ത സ്ത്രീ നയത്തിനെതിരെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. ഒരു സ്ത്രീക്കെതിരെ ഒരാൾ അറ്റംപ്റ്റ് ടു റേപ്പോ അറ്റംപ്റ്റ് ടു ഫിസിക്കലോ ഇല്ലാതെ, അറ്റംപ്റ്റ് ടു ലുക്കിംഗ് ഇല്ലാതെ എവിടെയോ ഇരുന്ന് മൈക്ക് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത്, അത് അയാൾ ചെയ്ത് തെറ്റാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയാൻ പാടില്ല, കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് എതിരെ എടുത്ത താങ്കളെടുത്ത നടപടിയാണ് തെറ്റെന്ന് പറയുന്നത്. ആ നടപടി എന്തായിരുന്നു? അദ്ദേഹത്തെ വളരെ വേഗം അറസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് എന്താണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയത്? എന്തും ചെറിയ കാര്യം പറഞ്ഞാൽ പോലും ഏവനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട പവർ, ആ പവർ ആരുപയോഗിച്ചതാണ്? അത് സ്വേച്ഛാധിപതികൾ ഉപയോഗിച്ചാണ്. തമിഴ്നാട്ടിൽ ഇപ്പൊ 2026 പുതിയ തലമുറയുടെ അധികാരത്തിൽ വന്ന താങ്കൾ ഇത് ഉപയോഗിച്ചെങ്കിൽ 10-20 വർഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം അനീതികൾക്ക് താങ്കൾക്ക് എങ്ങനെ ശബ്ദം ഉയർത്താൻ സാധിക്കും? താങ്കൾ എങ്ങനെ ഒരു പുതിയ തലമുറയുടെ നേതാവായിട്ട് മാറും? താങ്കൾ എങ്ങനെ ഇന്ത്യയുടെ PM ആവും? ഇറ്റ്സ് ഫെയിലുവർ. അവിടെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ അറിവിൽ, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ 24 മണിക്കൂറിനകത്ത് അന്വേഷണം പ്രഖ്യാപിക്കണമായിരുന്നു. എന്നിട്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ആ കോടതി മുഖാന്തരം നിങ്ങൾ അദ്ദേഹത്തെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മുടെ കോടതികൾ വിജയിക്കുമായിരുന്നു. അപ്പോൾ ജനത്തിന് താങ്കളുടെ പേരിൽ വിശ്വാസം വരുമായിരുന്നു. എനിക്കിപ്പോ താങ്കളുടെ പേരിലുള്ള വിശ്വാസം കുറഞ്ഞില്ലേ? 10-ൽ 8 റേറ്റിംഗിൽ 6 റേറ്റിംഗിലോട്ട് താങ്കൾ താന്നില്ലേ? ഇതുപോലെ തമിഴ്നാട്ടിലല്ല, എല്ലായിടത്തും ഉണ്ടാവും. ഇതാണ് ഞാൻ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അല്ലെ, ഉദയനിധി സ്റ്റാലിൻ ചെയ്തത് ശരിയെന്നല്ല ഞാൻ പറയണത്. ഉദയനിധി സ്റ്റാലിൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന്റെ 10 മടങ്ങ് തെറ്റാണ് ജോസഫ് വിജയ് താങ്കൾ ചെയ്തിരിക്കുന്നത്. അതൊരു സ്വേച്ഛാധിപത്യമാണ്, അതൊരു ഹിറ്റ്ലർ മനോഭാവമാണ്. ഹിറ്റ്ലറെ പറയണമെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന് സാഹചര്യം ഉണ്ടായിരുന്നു, താങ്കൾക്ക് അതില്ല. ആ രീതിയിലാണ് താങ്കൾ ഈ വർക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ ശക്തമായിട്ട് തന്നെ വിയോജിപ്പ് പറയാണ്. കാരണം വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ്നാട് മക്കൾക്ക് കേൾക്കിട്ട് നാളെ ഇന്ത്യയുടെ PM ആയിരിക്കണം താങ്കൾ PM ആകാൻ സാധ്യതയുള്ള താങ്കൾ ഇപ്പോഴും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് എനിക്കെന്ത്, ഞാൻ എവിടെയും മൂലയിൽ നിന്ന് സംസാരിക്കുന്ന ആളല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം, കാവേരി പ്രശ്നം. കാവേരി പ്രശ്നം തമിഴ്നാടിന്റെ ഒരു സ്ഥിരം പ്രശ്നമല്ലേ? മുല്ലപ്പെരിയാർ പ്രശ്നം സ്ഥിരം പ്രശ്നമല്ലേ? കാവേരിയിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം വേണം, മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം വേണം. ഇതൊക്കെ സ്ഥിരം കത്തിക്കാൻ ശ്രമിച്ച രജനീകാന്തിന്റെ അവസ്ഥ എന്താണ്? പ്രിയ CM വിജയ്, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചിട്ട് വല്ലതും നടന്ന? അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയ? ഇന്ന് രജനീകാന്ത് എന്ന് പറയുന്നത് വെറും ഒരു ആക്ടർ മാത്രമായിട്ട് മാറിയില്ലേ? അദ്ദേഹത്തിന്റെ വാക്കിനിപ്പോ പുല്ല് വിലയിൽ ഈ സമൂഹത്തിലുള്ളത്. അത് എന്തുകൊണ്ടെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് അയൽ സംസ്ഥാനമായ കാവേരി പ്രശ്നം, മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത്തിരിയെങ്കിലും സയൻസ് നോളജ് ഉണ്ടാക്കണം. നിങ്ങൾ ഈ മറ്റേ സിനിമയിൽ പറയുന്ന പോലത്തെ കൊട്ട വാചകങ്ങളൊന്നും പറയരുത്. താങ്കളുടെ ഏറ്റവും വലിയ അവസാനത്തെ സിനിമയായ ജനനായകനിൽ പറഞ്ഞ കൊട്ട വാചകമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയണില്ല, അതവിടെ നിൽക്കട്ടെ. സയൻസ് നന്നായിട്ട് പഠിക്കണം. ഇത് പ്രകൃതിയാണ്. ഒരു സൈഡിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് വരുന്ന മഴ ഒരു സൈഡിൽ വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ട് മറ്റൊരു വശത്തൂടെ പോകേണ്ടതുണ്ട്.
ആ പോകേണ്ടത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് പോവുകയും അത് അവർ തടയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നിന്ന് കുറച്ചു കൂടുതൽ വെള്ളം നമുക്ക് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ സ്റ്റേറ്റുമായിട്ട് വളരെ ഡീപ്പായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കർഷകർക്ക് വേണ്ട അത് വെള്ളമെല്ലാം കർഷകരോട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സിറ്റിയിൽ താമസിക്കുന്നവർ സുഖലോലുപതയ്ക്കും വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എതിർ സ്റ്റേറ്റുമായിട്ട് കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. താങ്കൾ ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും വലിയ സിമ്പിളായിട്ട് ഞാൻ പറയാം, കേരളത്തിലോട്ടുള്ള മെറ്റൽ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും താങ്കൾ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായിക്കോട്ടെ, തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ കായലുകളിൽ നിന്നും തമിഴ്നാട്ടിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമില്ലേ സ്പോട്ടിൽ, കേരളത്തിലുണ്ടാവണുണ്ട്. ആ കായലിൽ ഇതൊക്കെ മണൽ വാരിയിട്ട് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കാത്തത്, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കൂലേ? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മെറ്റൽ സുഗമമായിട്ട് കൊടുക്കാൻ പറ്റൂലേ? തിരിച്ച് വെള്ളത്തിന്റെ പ്രശ്നം, ഇങ്ങോട്ട് നല്ല സഹകരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സഹകരണം ഉണ്ടെങ്കിൽ വെള്ളം ഒരു വിഷയമില്ലല്ലോ. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വരെയില്ലേ? മലയിൽ നിന്ന് കുത്തിയൊഴിച്ച് വരുന്ന വെള്ളം നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അമിതമായിട്ട്? അത് നിങ്ങൾക്ക് തരികയല്ലേ സോഫ്റ്റ്. അപ്പൊ കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? നല്ലൊരു കോംപ്രമൈസ് ഉണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുപോലെയല്ലേ കർണാടകയുടെ കാവേരി പ്രശ്നത്തിലും സംഭവിക്കേണ്ടത്. പകരം അവരെ നമ്മൾ എതിർത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നാലല്ലേ ഉണ്ടാക്കും. ഒരു പഴയ സി എംമാർക്ക് വിവരമില്ലാന്ന് വയ്ക്കാം, വയസ്സന്മാര് പഴയ കാലത്തെ ഒരു കുറെ നേരം പിടിപ്പൊക്കെ ഉണ്ടായിരിക്കാം. അവര് സത്യസന്ധരാണ്, പക്ഷെ അമിതമായ പിടിപ്പ്. ഞാൻ പറയണത് ശരി. ഇപ്പൊ അങ്ങനെയല്ല, നമുക്കൊരു കോംപ്രമൈസ് വേണ്ടേ? ഒരിടത്തും നമുക്കൊരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടോ, നമ്മൾ ഇതെല്ലാം ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റല്ലേ, ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യങ്ങളിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കേണ്ട ജോസഫ് വിജയ്. ചിന്തിക്ക്, താങ്കളോട് ചിന്തിക്കാൻ കഴിവുള്ള ആളല്ലേ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? കേരളമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണം, കർണാടകയായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണം. അത് എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകണം? അവർക്ക് അങ്ങോട്ട് ബിസിനസ് കൊടുക്കണം, അവിടുന്ന് വാട്ടർ എടുക്കണം. രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്ത് നിങ്ങളെ ജനത്തിന് വെള്ളമാണ് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം എടുക്കണം. അപ്പൊ അവിടുത്തെ കർഷകർ മെച്ചപ്പെടും, കൂടുതൽ ഉത്പാദനം ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി കൂടും, അവർ മെച്ചപ്പെടും. പകരം വ്യവസായ സ്ഥാപനങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അത് തൽക്കാലേ നിൽക്കുള്ളൂ. കർഷകരെ ദ്രോഹിച്ചു കൊണ്ടിട്ടുള്ള ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ബാക്കിൽ നിന്ന് വരാം. അപ്പോൾ രണ്ടും നിൽക്കുമ്പോൾ എന്ത് പറ്റും? കർണാടകയിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളെ ലവ് ചെയ്യും, കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട് ജനത്തിനെ ലവ് ചെയ്യും, തിരിച്ചും. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഒരു ഇന്ത്യ രാജ്യമായിട്ട് മാറും. ഇന്ത്യ രാജ്യമായിട്ട് മാറുമ്പോൾ നമുക്ക് ഗ്ലോബലൈസേഷനിലോട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. താങ്കൾ സി എമ്മിൽ നിന്ന് പി എം ആവണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം. പകരം തിരിച്ചൊരു തരം മുതലെടുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, കിട്ടുന്ന സാഹചര്യങ്ങൾക്ക് അത് എല്ലാ മൂന്നാം കിട രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാവണതാണ്. ഇതിൽ രജനീകാന്ത് അടക്കം ചെയ്തിട്ടുണ്ട്. എന്തായി പരാജയപ്പെട്ട് താഴെ പോവും സി എം. അങ്ങനെയാണെങ്കിൽ ജോസഫ് വിജയ്, താങ്കളുടെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എങ്ങനെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഇറ്റ്സ് എ ബെറ്റർ. താങ്കൾ നല്ലൊരു മനുഷ്യനാണ്, താങ്കൾ കഴിവുണ്ട്. ഈ പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ആളാണ്. പുതിയ തലമുറയിൽ ഏറ്റവും പുതിയ ആളാണ് താങ്കൾക്ക് ഇന്ത്യയുടെ പി എം ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പകരം ഈ വേർതിരിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് ഒരു പൊട്ടന്റെ ലക്ഷണമാണ്. അതൊരിക്കലും നിലനിൽക്കൂല. അത് കുറച്ച് ദിവസം നിൽക്കും, 5-6 വർഷം നിൽക്കും, പിന്നെ അടിച്ചു പൊളത്തേക്ക് അഡ്രസ് ഇല്ലാതാക്കി കളയും. ഇതാണ് രണ്ടാമത്തെ വിഷയം. പിന്നെ ഇത് മൂന്നാമത്തെ വിഷയം, കർഷകരുടെ കടം. ഈ കർഷകരുടെ കടം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? താങ്കൾ എന്തൊക്കെ എഴുതി തള്ളി എന്ന് പറയുന്നോ, എഴുതി തള്ളിയോന്ന് അറിയില്ല. താങ്കളിപ്പോൾ ഒരുപാട് സൗജന്യമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല തൽക്കാലം. കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളലല്ല ചെയ്യണത്. കർഷകരുടെ ഉൽപാദനത്തിനനുസരിച്ച് അവർക്ക് പരമാവധി സബ്സിഡി കൊടുക്കണം. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഉൽപ്പാദിപ്പിച്ച ഒരു സാധനം മാർക്കറ്റ് പ്രൈസിൽ 15 ലക്ഷം രൂപ പോലും 15,000 രൂപ പോലും വിൽക്കുന്നില്ല എങ്കിൽ അവർക്ക് 85,000 രൂപ സബ്സിഡി ആവശ്യമുണ്ട്. ഇനി 1 ലക്ഷം രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം 90,000 രൂപയ്ക്ക് വിൽക്കുന്നെങ്കിൽ 10,000 രൂപ സബ്സിഡി കൊടുത്താൽ മതി. ഇനി 1 ലക്ഷം രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം 1,10,000 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നുവെങ്കിൽ അവർക്ക് സബ്സിഡിയെ കൊടുക്കണ്ട. എങ്കിൽ മാത്രമേ നമ്മുടെ കർഷകർ ജീവിക്കുള്ളൂ. നമ്മുടെ കർഷകർ ജീവിച്ചാലേ നമുക്ക് അന്നമുള്ളൂ. നമ്മൾ അന്നം കൊണ്ട് കിടക്കണമെങ്കിൽ, ഇന്ത്യ രാജ്യം ഗ്രോത്ത് വരണമെങ്കിൽ, GDP-യിൽ മുന്നേറണമെങ്കിൽ കർഷകരുടെ സബ്സിഡി ഹൈ ആക്കണം. അത് ഉൽപാദനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. താങ്കൾ എന്തോ ഇപ്പോൾ ഒരു 10,000 രൂപ കുറച്ച് കൊടുത്തു, 50,000 രൂപ ഉള്ളവർക്ക്
1,00,000 രൂപ 20,000 രൂപ കുറച്ച് കൊടുത്തു, 2,50,000 രൂപ. ഇതൊക്കെ എന്ത് ഫോഴ്സ്ക്കാണ്? താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് അധികാരത്തിൽ വന്നത്? ഈ അടിസ്ഥാനത്തിലല്ലല്ലോ അധികാരത്തിൽ വന്നത്. കർഷകരെ എതിർക്കുന്ന, കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രൊഡക്ടിവിറ്റി അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്കൾക്കൊന്നുമില്ല. അതിന് കർഷകർക്ക് സബ്സിഡിയെ കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും, കൊടുക്കേണ്ടാത്ത സ്റ്റേജ് വരും. അതിന് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കൃത്യമായിട്ട് മറ്റൊരു പ്രൊഡക്ഷനാക്കി മാറ്റണം. അതിനാവശ്യമുള്ള നാട്ടുകാർ പറയും പോലെ ഇന്ത്യയുടെ റെസ്ട്രിക്ഷൻ വെച്ചൊന്നും വേണ്ട, അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്താം. മദ്യം, സ്കിൻ കെയർ ഐറ്റംസ്, ടോപ്പ് ക്ലാസ് പ്രൊഡക്ടിവിറ്റി ഉള്ള ഫുഡ് ഐറ്റംസ്, ഏറ്റവും ലാസ്റ്റ് വരുന്ന താഴ്ന്ന പ്രൊഡക്ടിവിറ്റി ഐറ്റംസ്, പിന്നെ അതിൽ നിന്ന് വേസ്റ്റ് വരുന്ന ഫുഡ്, അതായത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ്, ഇങ്ങനെ പല വിധത്തിലായിട്ടൊന്ന് മാറ്റാം. അങ്ങനെ മാറ്റി വരുമ്പോൾ കർഷകർക്ക് കൊടുക്കേണ്ടി വരുന്ന സബ്സിഡി 20-25% പറ്റുള്ളൂ. ഈ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നത്? കർഷകന് ഒരു 1000 ഏക്കറിൽ കൃഷി ചെയ്തിട്ടിട്ട് അവന് ഉടനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും? അല്ലെങ്കിൽ 2 ഏക്കറിൽ കൃഷി ചെയ്യണ കർഷകൻ എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും? അതിന് ഒരുപാട് മിഷനറീസ് വേണം, ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം. അത് അവരെ ഉപദ്രവിക്കരുത്. അവരെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അതേപോലെ ഇങ്ങെടുത്തിട്ട് പരമാവധി സബ്സിഡി കൊടുത്തിട്ട് ഇവിടെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് മാറണം. അല്ലെങ്കിൽ ഈ പ്രൊഡക്ടിവിറ്റിയുടെ പ്രോഫിറ്റ് അവർക്ക് കൊടുക്കണം. ആ പ്രോഫിറ്റ് അവർക്ക് എത്തുമ്പോൾ അതിൽ കുറഞ്ഞ പൈസ മാത്രം ഗവൺമെന്റ് അങ്ങോട്ട് സബ്സിഡി ആയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കേണ്ടി വരില്ല. കാരണം ഒന്ന്, ഏതൊരു പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും ലിക്കറായിട്ട് മാറും. ഒന്ന്. രണ്ടാമത്, അതിൽ നിന്ന് തന്നെ മെഡിസിനായിട്ട് മാറും. ഇതൊക്കെ ലോകത്തിൽ മാർക്കറ്റ് എപ്പോഴും ഉള്ളതാണ്. മൂന്നാമത്, അത് ഫുഡായിട്ട് മാറും. ആരും കഴിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇനി അതിനൊരു ബദല് കണ്ടുപിടിച്ചാൽ അത് ഇതിന് തന്നെ എടുക്കണം. അതിന്റെ കലോറി കുറയ്ക്കാന്നുള്ളേ പറ്റുള്ളൂ. നാലാമത്, അതിൽ വരുന്ന വേസ്റ്റുകളെല്ലാം മൃഗങ്ങൾക്കെല്ലാം മറ്റായിട്ട് മാറും. അതും നമുക്ക് മറ്റൊരു പ്രോട്ടീനോ അല്ലെങ്കിൽ മറ്റൊരു വിഭവമായിട്ടോ മാറും. ഈ രീതിയിലാക്കി കർഷകനെ കയ്യിലെടുക്കണം. അങ്ങനെ കാർഷിക മേഖല ഇന്ത്യയിൽ 65% കർഷകരുള്ള ഇന്ത്യയിൽ, അതിൽ തന്നെ തമിഴ്നാട്ടിലും എൻ്റെ കണക്കൂട്ടിൽ ഇപ്പോൾ ഒരു 50% കർഷകരുണ്ടാവും. അവരെ വ്യവസായിക അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കണം. ചെറുകിട വ്യവസായങ്ങൾ വലിയ വ്യവസായങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം. എങ്ങനെ? ഇങ്ങനെ. അതിന് ചെറുകിട വ്യവസായക്കാരന് ഫുൾ സബ്സിഡി കൊടുക്കണം. പ്രൊഡക്ടിവിറ്റി മാറണം. പ്രൊഡക്ടിവിറ്റി മാറിയിട്ട് കോർപ്പറേറ്റ് കമ്പനിക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ മാത്രം അതിനെന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം. കാരണം അങ്ങനെ കോർപ്പറേറ്റ് കമ്പനിക്ക് ലോസ് വരില്ല. കാരണം ഓൾറെഡി പ്രൊഡക്ടിവിറ്റിക്കുള്ള ലോസ് ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കോർപ്പറേറ്റ് കമ്പനി പോകുമ്പോൾ അത് പ്രോഫിറ്റ് ആയിട്ടേ പോവുള്ളൂ. പ്രോഫിറ്റ് അല്ലെങ്കിൽ കാണിക്കുന്നത് കള്ളക്കണക്കായിരിക്കും. അത് നമുക്ക് നല്ല ബ്രില്യൻ്റ് ആയ പുതിയ ജനറേഷനിലെ പിള്ളേരില്ലേ ഇതൊക്കെ പിടിക്കാൻ. നമുക്ക് ടെക്നോളജിയിൽ ഇങ്ങനെ രീതിയിൽ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ വിജയ് പൂട്ടിക്കെട്ടി എത്രയും വേഗത്തിൽ വീട്ടിയിരുന്നോ താങ്കളെ ഞാനെങ്കിൽ ഒരു നല്ല 1-ാം തരം യങ് മണ്ടാണെന്ന് എന്നെ വിളിക്കും. വേറെ ബാധ്യതയൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. താങ്കൾ ഒരു PM ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നത്. അത് താങ്കൾ PM ആവണമെന്നല്ല, ഇങ്ങനെ ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഉള്ള രീതിയിൽ. അല്ലാതെ ഈ പറയുന്ന രീതിയിലൊക്കെ വല്ലവനും എന്തെങ്കിലും തനിക്ക് തോന്നുമ്പോൾ തലയ്ക്ക് തോന്നുമ്പോൾ ചെയ്യാനാണെങ്കിൽ താങ്കൾ PM ആവേണ്ട, CM ആവേണ്ട, ഒരു വാർഡ് മെമ്പർ പോലും ആവല്ലേ. പോയി സിനിമയിൽ അഭിനയിച്ചിട്ട് കിട്ടുന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. ഇതൊക്കെയാണ് എനിക്ക് CM വിജയനോട് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇന്നത്തെ ബേസിക് ബ്ലോഗാണ്. ഞാൻ ശക്തമായിട്ട് വരും. കാരണം ശക്തമായിട്ട് പറഞ്ഞത് വിജയ്ക്കെതിരല്ല. ഇന്ന് വിജയുടെ കാര്യം പറഞ്ഞുവെങ്കിൽ നാളെ മറ്റു കാര്യങ്ങൾ. ഇങ്ങനെയുള്ളതിനെല്ലാം എതിർ ശബ്ദമായിട്ട് പുതിയ തലമുറ വരുമെന്ന് ഓർമ്മിക്കണം. ഇപ്പോൾ അത് CJP ആണെങ്കിൽ നാളെ മറ്റൊരാൾ. ഒരു കാലത്ത് തമിഴ്നാടിന്റെ 2 ടീമുകൾ തമ്മിൽ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനെതിരായിട്ടല്ലേ താങ്കൾ വന്നത്? അത് താങ്കളുടെ ഈ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ജനനായകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ താങ്കൾക്കെതിരെ 100 ആൾക്കാർ വരും എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് ഒരുപാട് മണ്ടത്തരം കാണിക്കരുത്. ഒന്നുമില്ലെങ്കിലും MGRനെ പോലെ മരണം വരെയെങ്കിലും ജനതയെ സേവിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രം നിൽക്കാതെ, അത് MGR തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുക, അയാൾ ആ ക്യാബിലിറ്റി അത് മതി. പക്ഷെ താങ്കളെ സംബന്ധിച്ച് ഒരു PM ആവാനുള്ളൊരു ഹോപ്പ് വിടാതെ ഇന്ത്യയെ ഗ്ലോബലൈസേഷനിൽ നയിക്കാനുള്ള ഒരു അവസരം വിട്ടുകളയാതെ മുന്നേറണമെന്ന് താങ്കളുടെ ഒരു ആരാധകനായ ഞാൻ ആരാധകൻ എന്നുണ്ടെങ്കിൽ എന്തർത്ഥത്തിൽ വെച്ചാൽ CM എന്നുള്ള നിലയ്ക്ക് അറിയുന്നത്. പക്ഷെ താങ്കളുടെ ഹെവി ഫാൻസായ എൻ്റെ ഭാര്യ, മകൻ, പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ, ഇവരുടെ എല്ലാവരുടെയും കാഴ്ചപ്പെടുത്തൊന്നുമില്ല. അവരങ്ങനെ താങ്കളുടെ സിനിമയും മറ്റും കണ്ട് ആരാധിക്കണം. ഞാൻ അങ്ങനെയല്ല. താങ്കളുടെ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നതാണ്. താങ്കൾ
ആ നിലയിൽ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് പറയണം, അങ്ങനെ എത്താൻ താങ്കൾക്ക് കഴിയട്ടെ. അതിന് തിരുത്തലുകൾ ഉണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, പറ്റാത്ത ആരുമില്ല. ദിവസവും തെറ്റുപറ്റും, തിരുത്തുന്നതിലാണ് മിടുക്ക്. അതിനോട് ജനത്തിനോട് ക്ഷമ പറയണം. താങ്കൾ ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ താങ്കൾക്ക് ഒരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയും ജനത്തിനോട്. ക്ഷമ പറഞ്ഞുകൊണ്ട് മുന്നേറും. താങ്കൾക്ക് ഒരു വലിയ രീതിയിലുള്ള പോസ്റ്റ് കൊണ്ട് ഇന്ത്യയെ നയിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. അല്ലെങ്കിൽ പുതിയ പിള്ളേർ വരും, അത്രയേ ഉള്ളൂ. അതിനത്ര നല്ല താങ്കൾ താഴെ പോവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നൊബക് സോളോ, കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്ന്.